മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 9 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്തിലെ 12 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 9 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതോടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവും പൂർത്തിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്തിലെ 12 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും ഒപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, ആരൊക്കെ എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. 9 സ്ഥാനാർത്ഥികളാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മറ്റു സ്ഥാനാർത്ഥികളെ നേരത്തെ 15ഉം പിന്നീട് ആ രീതിയിൽ ഏതാണ്ട് 63 സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനു പുറമെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ 12 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഘട്ട പോരാട്ടത്തിനുള്ള പൂർണ്ണമായും സജ്ജമാവുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് DCC ഈ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചത്. അതിനൊപ്പം ഇതിൽ മുൻ KPCCയുടെ സെക്രട്ടറി ആറ്റിപ്ര അനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആറ്റിപ്ര ഡിവിഷനിൽ മത്സരിക്കുന്നു. ചന്തവിളയിൽ സിമി, കടകംപള്ളിയിൽ കല, ആറന്നൂരിൽ വി രമേശ്, വലിയശാലയിൽ B ദർശന, കരമനയിൽ ജയരാമകൃഷ്ണൻ ഉൾപ്പെടെയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കിയാൽ അവിടെ ദീപാനിൽ കിളിമാനൂർ, ഇലകമണ്ണിൽ പ്രദീപ് ശിവഗിരി, അൻസജിത റസൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ അൻസജിത റസൽ വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകുകയാണ്. വെള്ളറടയിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഫ്രീഡ സിമൻ കരകുളം പഞ്ചായത്ത് പ്രസിഡന്റിന് ഉൾപ്പെടെ മത്സരരംഗത്തേക്ക് ഇറക്കി. ജില്ലാ പഞ്ചായത്തിലും ഒരു കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കുകയാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.